ഹായ് ഫ്രണ്ട്സ്, ഇന്ന് മാളവിക എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കടക്കാം. മാഡം, എൻ്റെ പേര് മാളവിക. 28 വയസ്സുണ്ട്. 24ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. വിവാഹം എന്ന് പറയുമ്പോഴേക്കും അതൊരു ഒളിച്ചോട്ടമായിരുന്നു. ഞാൻ കോളേജിൽ പോകുമ്പോൾ കയറുന്ന ബസ്സിൻ്റെ ഡ്രൈവറുമായിട്ട് എനിക്ക് അഗാധമായൊരു പ്രണയമുണ്ടായി. ബസ് ഡ്രൈവർമാരോട് ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങൾക്ക് അനാവശ്യമായൊരു ക്രഷ് വരുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാവശ്യമോ അനാവശ്യമോ എനിക്ക് അതുണ്ടായിരുന്നു മാഡം. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രൈവറായിരുന്നു. അദ്ദേഹത്തിൻ്റെ സൗന്ദര്യത്തിൽ ഞാൻ പലപ്പോഴും മയങ്ങിപ്പോയിരുന്നു. പല പെണ്ണുങ്ങളും അദ്ദേഹത്തെ വലവീശി, ഞാനും കൂട്ടത്തിൽ വീശി. അവസാനം ഞാനാണ് വിജയിച്ചത്. എൻ്റെ കല്യാണം വീട്ടിൽ ഒരിക്കലും സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഒളിച്ചോടി പോകാമെന്ന് ചേട്ടൻ പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഒളിച്ചോടിപ്പോയി വിവാഹിതരായത്. ചേട്ടൻ്റെ വീട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ നാത്തൂനുണ്ട്, ചേട്ടൻ്റെ പെങ്ങൾ, പിന്നെ എൻ്റെ അമ്മായിമ്മയുണ്ട്. ചേട്ടൻ്റെ സഹോദരി അവിടെ നിൽക്കുന്നത് കല്യാണം ഒഴിഞ്ഞിട്ടാണ്. ഭർത്താവുമായി പ്രേമിച്ച് ഇതേപോലെ തന്നെ കല്യാണം കഴിച്ചതാണ്. 2 വർഷം തികച്ചു നിന്നില്ല. കുട്ടികളൊന്നും ആയിട്ടില്ല. അവിടെ വന്ന് നിൽക്കുകയാണ്. അത് വലിയൊരു പാരയാകുമെന്ന് എനിക്ക് ആദ്യമേ തോന്നി. നാത്തൂനും അമ്മായിമ്മയും 2 പേരും എന്നോട് പോരെടുക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ ആദ്യമൊന്നും അവർ ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല. ഒരു 5 മാസം കഴിഞ്ഞപ്പോഴാണ് വഴക്കും വക്കാണവും തുടങ്ങിയത്. ഇത് ശരിയാകില്ലെന്ന് ആദ്യമേ തോന്നിയെങ്കിലും അവർ ദുർമുഖം കാട്ടാത്തപ്പോൾ എങ്ങനെയാണ് ഭർത്താവിനോട് പറയുക? ഞാൻ നിർബന്ധം പിടിച്ചു ഇവിടുന്ന് മാറണമെന്ന്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് മാറി. ടൗണിലാണ്, ചെറിയ ചെറിയ വീടുകൾ അടുത്തടുത്ത്. അവിടെ ചേട്ടൻ്റെ കൂട്ടത്തിലുള്ള വേറൊരു ഡ്രൈവറുണ്ട്. അങ്ങയുടെ വീടുമുണ്ട്. എല്ലാം വാടകയ്ക്കാണ്. ഷീല എന്നാണ് എൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യയുടെ പേര്. അവർക്ക് 2 മക്കളുമുണ്ട്. ചേച്ചി ഞാനും കൂടെ പെട്ടെന്ന് കൂട്ടായി. ചേച്ചി കണ്ടു കഴിഞ്ഞാൽ സുന്ദരിയാണ്. ചേച്ചിയും എന്നെപ്പോലെ തന്നെ ഡ്രൈവറെ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നുമോളെ, പ്രേമിച്ച് കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ, എല്ലാം തരികിടകളാണ്. അങ്ങേർക്ക് 100 ബന്ധമുണ്ടടി. ഞാൻ വാട്സാപ്പിലും ഫേസ്ബുക്കിലും അയാളെ നോക്കി മടുത്തു. എവിടെ നോക്കിയെന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾ ഇങ്ങോട്ട് മെസ്സേജ് അയക്കുകയാണ്, അല്ലെങ്കിൽ ഇയാൾ അങ്ങോട്ട് കയറി മെസ്സേജ് അയക്കുകയാണ്. പ്രായം 38ആയി, എന്നിട്ടും അയാൾക്ക് നിർത്താറായില്ല. ഇവരെല്ലാം ഇങ്ങനെയാണോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒന്നും വിശ്വസിക്കരുത്. കാര്യം ധാരാളം പെണ്ണുങ്ങളെ എന്നും കാണുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഒരു പെണ്ണിൽ ഉറച്ചു നിൽക്കണമെന്ന് അവർക്ക് യാതൊരു ആവശ്യവുമില്ല. ശ്രദ്ധിക്കാതെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൈവിട്ടു പോകും. ഇതിപ്പോൾ ഞാൻ വർഷങ്ങളായി ശ്രദ്ധിക്കുകയാണ്. എങ്കിലും ഓരോ ദിവസവും തല്ലും വഴക്കും അടിയും പിടിയും തന്നെ. വീട്ടുകാരെ ധിക്കരിച്ചിറങ്ങിപ്പോകുന്നത് കൊണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് വലിയ സപ്പോർട്ടുമില്ലടി. നീയും നിൻ്റെ ഭർത്താവിനെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി മനുച്ചേട്ടന് അങ്ങനെയൊന്നുമില്ല. മനുച്ചേട്ടനാണെങ്കിലും എൻ്റെ ഭർത്താവാണെങ്കിലും സർവത്ര കണക്കാണ്. എല്ലാ ആണുങ്ങളല്ലേടി. യുവമാരൊക്കെ എന്ത് നോക്കി നടക്കുന്നതാണ് മരങ്കേറികളും. അതുകൊണ്ട് നീ ഒന്ന് നന്നായി ശ്രദ്ധിക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളും അത്ര പിന്നോട്ടൊന്നുമല്ലല്ലോ. പെണ്ണുങ്ങൾ മോശക്കാരികളല്ല. അവരും തരം കിട്ടുമ്പോൾ എന്തുണ്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കുന്നവരാണ്. അപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു, പിന്നെ എല്ലാ സ്ത്രീകളും അങ്ങനെയല്ല. ഏറ്റവും കൂടുതൽ ഈ ലോകത്തിൽ സ്ത്രീകളാണ് അടങ്ങി ഒതുങ്ങി നടക്കുന്നത്. പുരുഷന്മാരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 90 എണ്ണവും ഇങ്ങനെ നടക്കുകയാണ് 100-ൽ. പക്ഷേ സ്ത്രീകളാകുമ്പോൾ അതിൽ 1-2 പേര് മാത്രമേ ഉള്ളൂ കുടുംബത്തെ നോക്കാൻ നടക്കുന്നവർ. ഞാൻ പറഞ്ഞു, അത് സമൂഹത്തിൽ സ്ത്രീകളെ കാണുന്ന രീതിയിലുള്ള ഒരു വ്യത്യാസം കൊണ്ടാണ്. കാര്യം സ്ത്രീകൾക്ക് പലപ്പോഴും ഒരു സ്വാതന്ത്ര്യമില്ല. ഉണ്ടായിരുന്നെങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും ആർത്തുല്ലസിച്ച് നടന്നേനെ. ചേച്ചിക്ക് അത് കിട്ട് മുഖമിരുണ്ടു. നീയും ആർത്തുല്ലസിച്ച് നടക്കുന്ന ടൈപ്പാണോ? എങ്കിൽ പിന്നെ പ്രശ്നമില്ല. നിന്റെ ഭർത്താവ് എങ്ങനെ പോയാലും നിനക്കെന്താ? ഒന്നല്ലെങ്കിൽ ഒന്ന്, ഒരുത്തന് പോയാൽ ഒരുത്തനെ നോക്കാമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ചേച്ചി വെറുതെ എന്നോട് ഉടക്കാൻ വരണ്ടെന്ന് പറഞ്ഞു. ചേച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എനിക്കും ഇത്തിരി സംശയമായി. കാര്യം സ്വന്തം ഭർത്താവിനെ ചേച്ചി ഒന്ന് വാച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടുപിടിച്ചത് 100,000 പ്രശ്നങ്ങളാണ്. എൻ്റെ ഭർത്താവിനെ എനിക്ക് നല്ല വിശ്വാസമായിരുന്നു. ഞാനാണെങ്കിൽ ഫോൺ എടുത്ത് നോക്കുക പോലുമില്ല. ഇനി നോക്കണം. ഇങ്ങനെയൊക്കെയാണല്ലോ സംശയത്തിൻ്റെ വിത്തുകൾ നമ്മുടെ മനസ്സിൽ വരുന്നത്. വിത്ത് പാകിക്കഴിഞ്ഞാൽ വിത്ത് മുളയ്ക്കും, ഒരിക്കലും കരിഞ്ഞു പോകില്ല. സംശയം അങ്ങനെയൊന്നാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഞാൻ കൺട്രോൾ ചെയ്തെങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിന് മൊബൈൽ എടുത്ത് നോക്കാൻ തുടങ്ങി. സംശയാസ്പദമായ ഒന്നും ഞാനതിൽ കണ്ടില്ല. പുള്ളിക്ക് ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. ആ കൂടി യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വീഡിയോ കാണും, അത്രയേ ഉള്ളൂ. ഒട്ടും ഞാൻ നോക്കിയിട്ടും ഒന്നും കണ്ടില്ല. പക്ഷേ ഒരു ദിവസം ഷീല ചേച്ചിയുടെ നമ്പറിൽ നിന്നും എൻ്റെ ഭർത്താവിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വന്ന് കിടക്കുന്നത് ഞാൻ കണ്ടു.
അത് ഒരു ഓഡിയോ മെസ്സേജാണ്. ഇന്ന് വരുമ്പോൾ ഒരു മുഴം മുല്ലപ്പൂ വാങ്ങിച്ചു വരാമോ മോനെ? അതിൽ എനിക്ക് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല. കാര്യം അവരുടെ ഭർത്താവ് അവരെ ശ്രദ്ധിക്കാതിരിക്കുകയല്ലേ. അപ്പോൾ ഭർത്താവ് വരുമ്പോൾ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞതിന് പകരം ചിലപ്പോൾ മനുച്ചേട്ടനോട് പറഞ്ഞതായിരിക്കും. പക്ഷേ അന്ന് മനുച്ചേട്ടൻ ഉച്ചയ്ക്ക് ഇവിടെ ചോറ് കഴിക്കാൻ വന്നുകൊണ്ടാണ് എനിക്ക് ആ മെസ്സേജ് കേൾക്കാൻ കഴിഞ്ഞത്. കാരണം പുള്ളി ഉച്ചയ്ക്ക് ചില ദിവസമേ വരികയുള്ളൂ. ചിലപ്പോൾ ഞാൻ ചോറ് കൊടുത്തു വിടും. ടൗണിൽ തന്നെയാണ് ബസ് പാർക്ക് ചെയ്യുന്നത്. അപ്പോൾ വന്ന് കഴിച്ചിട്ട് പോകാവുന്നതേ ഉള്ളൂ. ചില ദിവസം വരില്ല കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ താമസിച്ചു. അതുകൊണ്ടാണ് ഇവിടെ വന്ന് കഴിക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് എനിക്ക് ആ മെസ്സേജ് കേൾക്കാനിടയായത്. എങ്കിലും ആ മെസ്സേജ് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയമായി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ചേച്ചി അപ്പുറത്ത് നിൽക്കുന്നത് ഞാൻ കണ്ടു. പുറത്തിറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേച്ചിയോട് ചോദിച്ചു, അല്ല ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ് മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് തരില്ലേ? ചേട്ടന് മുല്ലപ്പൂ വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് ഇട്ടേക്കുന്നത് കണ്ടെന്ന്. അപ്പോൾ ഉടനെ തന്നെ ചേച്ചി ഞെട്ടുന്നത് ഞാൻ കണ്ടു. ചേച്ചിയുടെ മുഖം ഇരുണ്ടു. ചേച്ചി ഉടനെ, എടി നീ എന്തിനാ അതിത്ര സംശയത്തോടുകൂടി ചോദിക്കുന്നത്? ഞാൻ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞത് മുല്ലപ്പൂ അല്ലേ, അല്ലാതെ മറ്റേ കുട്ടിയുടുപ്പൊന്നും അല്ലല്ലോ. എടീ, സംശയിക്കാൻ പറഞ്ഞപ്പോഴേക്കും എന്നെ തന്നെ സംശയിക്കാതെടി പെണ്ണേ എന്ന് പറഞ്ഞു. എന്തായാലും ചേച്ചി അങ്ങനെയൊക്കെയുള്ള കടുത്ത വർത്തമാനങ്ങൾ പറയുന്ന കൂട്ടത്തിലാണ്. ചേച്ചി മൊത്തത്തിലൊരേയാണല്ലോ. അതുകൊണ്ട് ഒന്നും പറയാനും പറ്റില്ല, അവരെ വിട്ട് വെറുപ്പിക്കാനും പറ്റില്ല. വീട്ടിൽ നിന്ന് അമ്മായിമ്മയും നാത്തൂനെയൊക്കെ പേടിച്ചിറങ്ങി വന്നതാണ്. ഇവരാണെങ്കിൽ അതിനേക്കാൾ വലിയ തലവേദനയാണെന്നാണ് തോന്നുന്നത്. അന്ന് വൈകിട്ട് വന്നപ്പോൾ ഭർത്താവിനോട് ദേഷ്യപ്പെട്ടു. നീ എന്തിനാണ് എൻ്റെ മെസ്സേജൊക്കെ വായിച്ചു നോക്കുന്നത്? ഞാൻ അവർക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്താൽ നിനക്കെന്താ പ്രശ്നം? അവർക്ക് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മാനം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ ചോദിച്ചു. ഷെടാ, നിങ്ങളുടെ മൊബൈൽ നോക്കാനും നിങ്ങളെ ഒന്ന് വാച്ച് ചെയ്യാനും എനിക്ക് അധികാരമില്ലേ? എനിക്ക് സംശയമുണ്ട്. ചേച്ചി എന്നോട് പറഞ്ഞത് അവരുടെ ഭർത്താവിൻ്റെ മൊബൈലിൽ നിന്ന് ധാരാളം വീഡിയോകളും മറ്റ് പെണ്ണുങ്ങളുടെ ചാറ്റുമൊക്കെ പിടിച്ചിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങളെ ശ്രദ്ധിക്കണമെന്ന് ചേച്ചി പറഞ്ഞിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് ചേച്ചിയുടെ ആ മെസ്സേജ് കണ്ടത്. അപ്പോൾ എനിക്ക് ദേഷ്യം വരാതിരിക്കുമോ? അത് കൊള്ളാം എന്ന് ഹസ്ബൻഡ് പറഞ്ഞു. എന്തായാലും എടി, അവർ മിക്കവാറും ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ എന്നോട് പറയാറുണ്ട്. ഞാൻ പലതും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കാറുമുണ്ട്. പിന്നെ ഇന്ന് വരുമ്പോൾ മുല്ലപ്പൂ കൊണ്ടുവരണമെന്ന് പറഞ്ഞത് ചേച്ചിക്ക് വേറെ വിസിറ്റേഴ്സ് ഉണ്ടിട്ടേ, അതുകൊണ്ടാണ്. ഞാനല്ല ആ വിസിറ്റർ. അത് കേട്ട് ഞാൻ ഞെട്ടി. ആരാ വിസിറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നോട് ഭർത്താവ് തുറന്നു പറഞ്ഞു. അവർ നിന്നോട് ഭയങ്കര നല്ലവളായിട്ടാണല്ലോ പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ ചേച്ചിയും ഭർത്താവും തമ്മിൽ അടിനാശം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടെങ്കിലും മോളെ, അവർ തമ്മിൽ ഭയങ്കര ബോണ്ടാണ്. അതൊക്കെ എനിക്കറിയാം. ചേച്ചിക്ക് നല്ല സ്നേഹമാണ്. അപ്പോൾ ചേച്ചി പുള്ളിക്ക് വേണ്ടിയിട്ടാണ് മുല്ലപ്പൂ വാങ്ങിച്ച് നിൽക്കുന്നതല്ലേ? നിങ്ങളാണെങ്കിൽ എനിക്ക് ഒരു മുല്ലപ്പൂ വാങ്ങിച്ച് തന്നു, അങ്ങനെ നിൽക്കാൻ പറഞ്ഞു. നിങ്ങൾക്കിപ്പം കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു. ചേച്ചി അങ്ങേരും തമ്മിൽ കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളായി. ഇപ്പോഴും ദേ മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുക്കുന്നു. എടി മണ്ടൂസേ, ആദ്യം ഞാൻ പറഞ്ഞത് കേൾക്ക്. ഇത് രഹസ്യം ഞാൻ പറഞ്ഞത്. എന്താ ചേട്ടാ? എടി, ചേച്ചിയും അങ്ങേരും തമ്മിൽ വഴക്കൊക്കെ ഉണ്ടാകും. ചേച്ചിക്ക് അങ്ങനെ സംശയവുമാണ്. പക്ഷേ അങ്ങേർക്ക് ചേച്ചി ഒരു സംശയവുമില്ല. അതെന്താ സംശയമില്ലാത്തത്? ചേച്ചി എത്ര നല്ലവളാ? നല്ലവളൊന്നും ആയിട്ടല്ലടി. അവരുടെ ബസ്സിൻ്റെ ഓണറല്ലേ? അങ്ങേർക്ക് 5 ബസ്സുകളാണ് ഉള്ളത്. അതെനിക്കറിയാം, ചേച്ചി പറഞ്ഞിട്ടുണ്ട്. അങ്ങേർക്കൊരു 19 വയസ്സ് കാണില്ലേ? ഉണ്ടടി, നീ ആളെ കണ്ടിട്ടുണ്ട്. കാര്യം കഴിഞ്ഞ പ്രാവശ്യം ആ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് വന്നില്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ബർത്ത്ഡേക്ക് വന്നിട്ട് ആ കൊച്ചിന് ഒരു സ്വർണ്ണവള കൊടുത്തത് പുള്ളിക്കാരനല്ലേ? അന്ന് ചേച്ചി പറഞ്ഞിരുന്നു, ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല എഴുത്തനാ. 50 വയസ്സുണ്ടെന്ന് ചേച്ചിയാണ് പറഞ്ഞത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ചെറുപ്പമാണ്. അവരൊക്കെ പണക്കാരല്ലേ? ഞാൻ പറഞ്ഞു വന്ന കാര്യം, ചേച്ചി മുല്ലപ്പൂ വാങ്ങിക്കുന്ന ദിവസം അന്ന് ചേട്ടനിവിടെ കാണുകയില്ല. ചേച്ചി മാത്രമേ കാണുകയുള്ളൂ. ചേച്ചി കുട്ടികളെ അപ്പുറത്തെ മുറിയില്ലേ, അവിടെ ബന്ധവസാക്കി വെക്കും. അവരെ ഉറക്കാൻ വിടും. ചേച്ചിയുടെ മുറിയിൽ ചേച്ചി മാത്രമേ കാണുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോവോ? ഇടി, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടും കേട്ടോ. അന്നേരം വാടി ആ മുതലാളി വരുന്നത്. എൻ്റെ ദൈവമേ, അത് ചേച്ചിയുടെ ഭർത്താവിന് അറിയില്ലേ? അങ്ങേർക്ക് അറിയാമടി. മുതലാളി വരുന്ന ദിവസങ്ങളിൽ അയാൾ വേറെ എവിടെയെങ്കിലും പോയി കിടക്കും. ഒന്നുകിൽ ഫ്രണ്ട്സിൻ്റെ റൂമിൽ, അല്ലെങ്കിൽ ടൗണിൽ വേറെ എവിടെയെങ്കിലും. അതാണ് നടക്കുന്നത്. എൻ്റെ ദൈവമേ, ഉള്ളതാണോ? കേട്ടിട്ട് തല പെരിക്കുന്നു. ചേച്ചിയോട് പറഞ്ഞത് ചേച്ചിയും ചേട്ടനും തമ്മിൽ പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. പക്ഷേ ചേട്ടൻ ഇപ്പോൾ ചേച്ചിയെ അവോയ്ഡ് ചെയ്യുകയാണ്, മറ്റു പെണ്ണുങ്ങളുടെ പുറകെ നടക്കുകയാണ്. അതുകൊണ്ട് ചേച്ചി ഒത്തിരി കഷ്ടത്തിലാണെന്നാണല്ലോ. എടി, അവരാണ് സൂപ്പർ കള്ളി. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. അങ്ങനെ ഒരു പാവം. ഞാൻ നോക്കിയിട്ട് പുള്ളിക്ക് അങ്ങനെയൊന്നും ഇപ്പം ഇല്ല. നേരത്തെ വല്ലതും കാണുമായിരിക്കും. കാര്യം പുള്ളി സ്വന്തനായിരുന്നു, കാണും. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പം നടക്കുന്നത് ഇത് മാത്രമാണ്.
ആഹാ, ഇത്രയും കാലം നിങ്ങൾക്ക് ഇതറിയാമായിരുന്നു. നിങ്ങൾ എന്നോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. നിങ്ങളായിരുന്നോ അവർക്ക് വേണ്ടി മുല്ലപ്പൂവും മറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരുന്നത്? അപ്പം നിങ്ങളല്ലേ ദുഷ്ടൻ എന്ന് പറഞ്ഞ് ഭർത്താവിനോട് ഞാൻ വഴക്കിട്ടു. ഹസ്ബൻഡിനോട് പറഞ്ഞു, എടി പുള്ളിക്കാരുടെ കാര്യം എനിക്ക് നേരത്തെ അറിയാം, എന്നോട് തുറന്നു പറഞ്ഞതുമാണ്. അവരുടെ വലിയൊരു വരുമാന മാർഗം അയാളാണ്. അതുകൊണ്ട് പിന്നെ പ്രശ്നമൊന്നുമില്ല, ചേട്ടനും പ്രശ്നമില്ല. കാര്യം അവർക്ക് 2 കുട്ടികളുണ്ടല്ലോ. പുറത്തിനി അവർക്ക് വീട് വാങ്ങിച്ച് സെറ്റിൽ ചെയ്യണം. ഏകദേശം വസ്തുവൊക്കെ വാങ്ങിച്ചു. ഇനി അവിടെ നല്ലൊരു കെട്ടിടം പണിയണം. അതിനെല്ലാം മുതലാളി സഹായിക്കും. എന്തോ മുതലാളിക്ക് മറ്റു പല ചുറ്റുകളുണ്ടെങ്കിലും ചേച്ചിയോട് ഭയങ്കര താല്പര്യമാണ്. ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ഒരു ഇരുണ്ട നിറമാണെങ്കിലും ഒരു മസാല സ്വഭാവമില്ലേ എന്ന് ചോദിച്ചു. ഭർത്താവിനിട്ട് ഞാൻ പുറത്ത് ഒരു കൊത്തു കൊടുത്തു. മസാല സ്വഭാവം, അവർ എന്നോട് എന്തൊക്കെയാണ് പറഞ്ഞത്? അവരങ്ങ് സത്യവതിയാണ്, സാവിത്രിയാണ്, ഭർത്താവിനെ ശ്രദ്ധിക്കണം, അതാ ഇതാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ കൂടെ തെറ്റിക്കാനല്ലേ അവർ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്കും എന്തോ ഒരു സംശയം തോന്നി, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ രഹസ്യം പറഞ്ഞത്. അവനോട് പലതും വാങ്ങിക്കാൻ പറയും, അവനോട് അവരുടെ രഹസ്യം തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാനവരും തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമില്ല, എനിക്കവരോട് യാതൊരു താല്പര്യമില്ല. ഇനി അഥവാ ഞാൻ ആരോടെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഇഷ്ടം തോന്നുകയാണെങ്കിൽ നിന്നേക്കാൾ സുന്ദരിയായ ഒരു പെണ്ണോട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭർത്താവിന് അടുത്ത കുത്തും ഞാൻ കൊടുത്തു. അന്ന് രാത്രി ഹസ്ബൻഡ് എനിക്ക് കാണിച്ചു തന്നു. 11 മണിയായപ്പോൾ മുതലാളി വരുന്നതും ചേച്ചി റിസീവ് ചെയ്യുന്നതുമൊക്കെ ഞങ്ങൾ ലൈറ്റ് അണച്ചിട്ട് അതിലേക്കൂടെ കാണുകയായിരുന്നു. അകത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. പിന്നീട് എപ്പോഴാണ് അദ്ദേഹം പോയെന്നറിയില്ല. പക്ഷേ അവരോടൊന്നും ചോദിക്കരുതെന്നും അവരോട് വിരോധമൊന്നും ഭാവിക്കരുതെന്നും എന്നോട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒന്നും ഭാവിച്ചില്ല. പക്ഷേ കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും ചേച്ചി ഉപദേശം. ഭർത്താവിനെ പറ്റി കുറ്റം പറയുന്നു. എവിടോ പോയി കിടക്കുകയാണ്, വീട്ടിൽ വരികയില്ല, നീ ശ്രദ്ധിക്കണം, നിൻ്റെ ഭർത്താവ് ചാടും ഓടും എന്നൊക്കെ പറഞ്ഞു. എനിക്കാണെങ്കിൽ പെണ്ണല്ലേ മാഡം, അങ്ങ് നിയന്ത്രിക്കാൻ പറ്റുമോ? നല്ല ദേഷ്യം വന്നു. ഞാൻ ചോദിച്ചു, എൻ്റെ പൊന്നു ചേച്ചി, ചേച്ചിയുടെ വീട്ടിൽ ആരോ വരുമ്പോഴാണ് ഭർത്താവ് ദൂരെ പോയി കിടക്കുന്നതെന്നാണല്ലോ നാട്ടുകാർ പറഞ്ഞതെന്ന്. അത് കേട്ട് കഴിയുമ്പോഴേക്കും ചേച്ചി തലയിട്ടാട്ടി ഉറഞ്ഞാടി. ആരാടി ഈ തോന്നിവാസത്തിനോട് പറഞ്ഞത്? മാന്യമര്യാദയ്ക്ക് ഭർത്താവിനെ നോക്കി ഞാൻ ഇവിടെ താമസിക്കുകയാണ്. എൻ്റെ കയ്യിൽ ഒരു തെറ്റുമില്ല. എൻ്റെ ഭർത്താവിൻ്റെ കയ്യിലാണ് മൊത്തം കുറ്റവും. ഇവിടുന്ന് ആരാടി നിന്നോട് ഇതൊക്കെ പറഞ്ഞു തന്നത്? മറ്റു പെണ്ണുങ്ങൾ എനിക്കറിയാം, അസൂയക്കാരികളാണ്. ഞാനും എൻ്റെ ഭർത്താവും സന്തോഷമായി കഴിയുന്നത് ഒറ്റ എണ്ണത്തിന് ഇഷ്ടമല്ല. ഇപ്പം ഞങ്ങൾ സ്ഥലം വാങ്ങിച്ചു, വീട് വെക്കാൻ പോകുകയല്ലേ. അപ്പോൾ എല്ലാവർക്കും അസൂയ. കാരണം ഞങ്ങൾ ഈ കുണ്ടുകുഴിയിൽ കിടക്കുമല്ലോ, ഈ ചേരി പ്രദേശത്ത്. അവിടുന്ന് രക്ഷപ്പെടുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും എന്നെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞത്. ഞാനിനി ജീവിച്ചിരിക്കുന്നത് എന്തിനാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി വെറുതെ കിടന്ന് ചാടണ്ട. ഇത് വേറെ ആരും പറഞ്ഞതല്ല, എൻ്റെ ഭർത്താവ് തന്നെയാണ് പറഞ്ഞത്. നിങ്ങൾക്ക് എന്നും മുല്ലപ്പൂവും കുട്ടിയുടുപ്പും മറ്റു കാര്യങ്ങളും സാമ്പ്രാണിത്തിരിയും അടിക്കാൻ അത്തറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് തരത്തില്ലേ, അത് വാങ്ങിത്തരുന്ന എൻ്റെ ഭർത്താവ് തന്നെയാണ് പറഞ്ഞത് മാത്രമല്ല, ഒരു ദിവസം എന്നെ ചേട്ടൻ കാണിക്കുകയും ചെയ്തു. മുതലാളി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ചേച്ചി ഓടിച്ചെന്ന് കൈ പിടിച്ച് ഇടംവലം നോക്കി സ്വീകരിക്കുന്നതും. പിന്നെ അകത്താണെന്ന് എന്താണെന്ന് നമുക്കറിയില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നെത്തി നോക്കിയില്ല. ഞാനും ഭർത്താവും കിടന്നുറങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞു. ചേച്ചി പെട്ടെന്ന് നിശബ്ദയായി. ഞാൻ ചോദിച്ചു, അല്ല ചേച്ചിയുടെ ഭർത്താവ് ലോകത്തുള്ള മൊത്തം പെണ്ണുങ്ങളുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെന്നല്ലോ ചേച്ചി പറയുന്നത്. ഇതിന് മാത്രം ചാറ്റ് ചെയ്യാൻ എവിടെ കിടക്കുന്ന ചേച്ചി ഇത്രയും പെണ്ണുങ്ങൾ? മിക്കവാറും ആണുങ്ങൾക്ക് ഇപ്പോൾ പെണ്ണുങ്ങളെ കിട്ടുന്നില്ലെന്നാ പരാതി. എന്നിട്ടാണോ ചേച്ചിയുടെ ഭർത്താവിനെ, അത് പ്രായമായൊരു ഭർത്താവിനെ നോക്കി ഇത്രയും പെണ്ണുങ്ങൾ നടക്കുന്നത്? എന്ത് കഥയത്? ചേച്ചി അഭിനയം അങ്ങ് നിർത്തൂ. എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. പക്ഷേ ചേച്ചി അതെന്തിനാ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നത് ചേട്ടനാണ്. അതുകൊണ്ട് ചേച്ചി ഞാൻ കുറ്റം പറയില്ല. ദയവേത് ചേച്ചി ആരെയെങ്കിലും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ സ്വയം നല്ലവൾ ഭാവിക്കുന്നതോ അങ്ങ് നിർത്തുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് സംശയം കൂടുകയുള്ളൂ. ചേച്ചിയുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താവിൻ്റെ സഹായത്തിൽ കാണിക്കുന്ന കാര്യം അതിനെന്താ? ഒന്നുമില്ല. മുതലാളിയോ ആരെയെങ്കിലും ചേച്ചി അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തൂ. എനിക്കതിലൊന്നും ഒരു പ്രശ്നവുമില്ല. പക്ഷേ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുകയും ഭർത്താവിനെ സംശയിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നെ ചേച്ചി ശീലാവധി ജമയും ചെയ്യരുത്. ഇത്ര മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ചേച്ചിക്ക് ഞാൻ സപ്പോർട്ടാണ്. ചേച്ചിയുടെ രഹസ്യമായിട്ടിരുന്നോട്ടെ. പക്ഷേ ചേച്ചി ഇങ്ങനെ അനാവശ്യമായി ആക്ട് ചെയ്ത്
കുളമാക്കരുത് എന്ന് ഞാൻ പറഞ്ഞു. ചേച്ചി അത് കേട്ട് വല്ലാതെയായി. പെട്ടെന്ന് അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് മനസ്സിലായി ചേച്ചി പിണങ്ങിയെന്ന്. വൈകിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭർത്താവിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എന്നെ ചേച്ചി വിളിച്ച് പറഞ്ഞിരുന്നു. എനിക്കറിയാം നീ അങ്ങനെ പറയുമെന്ന്. ഒരു രഹസ്യവും നിൻ്റെ കയ്യിൽ നിൽക്കില്ല. ചേട്ടാ ചുമ്മാ എന്നെ ചൊറിയാൻ വന്നുകൊണ്ടാണെന്ന്. ഇനിയിപ്പോൾ അവരോട് പറഞ്ഞില്ലേ, എന്ത് ചെയ്യാനാണ്? അവർ പിണങ്ങി നടക്കുകയാണെങ്കിൽ പിണങ്ങി നടക്കട്ടെ. എന്തായാലും നീ കൂടുതലൊന്നും മറ്റുള്ളവരോട് പറയാൻ പോകണ്ട. പിറ്റേ ദിവസം ചേച്ചി എനിക്ക് മുഖം തന്നില്ല. പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ ആറ്റിറ്റ്യൂഡ് അവരോട് വളരെ ദയുള്ളതുപോലെയായിരുന്നു. എനിക്ക് അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് സംശയം തോന്നി. പക്ഷേ അങ്ങനെയില്ലെന്ന് തോന്നുന്നു. എൻ്റെ ഭർത്താവ് ഇത്തരം കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൽപ്പിക്കാത്ത ആളാണെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. ഓരോരുത്തരും ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുന്നു. അതിലൊന്നും വലിയ കാര്യമില്ല. പുള്ളി ഫ്ലെക്സിബിൾ ആണെന്ന് എനിക്ക് തോന്നി. പിറ്റേ ദിവസം ചേച്ചി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എന്നെ കൊഞ്ഞനും കുത്തി കാണിച്ചു. ഞാനും കാണിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചിരി വന്നു. പിന്നെ രണ്ടുപേരും കൂടെ അങ്ങ് ഇണക്കമായി കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി യഥാർത്ഥ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി ഒത്തിരി മോഹിച്ച് വന്നതാണ്. പക്ഷേ ഭർത്താവ് തൂർത്തടിച്ച് കളയുകയാണ്. അല്ലെങ്കിൽ പണം സേവ് ചെയ്യുന്നില്ല, കൊണ്ട് കൊടുക്കുന്നില്ല, കള്ളുകുടിയുണ്ട്, എല്ലാമുണ്ട്. ഒത്തിരി ബുദ്ധിമുട്ടി. ആ സമയത്താണ് മുതലാളി ചേച്ചിയോട് വളരെ സ്നേഹമായി പെരുമാറിയത്. സ്വന്തം ഭർത്താവിനോട് സ്നേഹമുണ്ട്. അദ്ദേഹം പാവമാണ്. പക്ഷേ പിടിപ്പിക്കേടിൻ്റെ അങ്ങേയറ്റമാണ്. 2 കുട്ടികളുമായി കഴിഞ്ഞിരുന്നു. ചേച്ചി ശരിക്കും ഒത്തിരി കാര്യങ്ങളിൽ ബുദ്ധിമുട്ടി. അങ്ങനെയായപ്പോഴാണ് ഈ മുതലാളി വന്നത്. മുതലാളിയോട് ചെറിയൊരിഷ്ടം എന്തോ തോന്നി. കാര്യം ചേച്ചിക്കിവിടെ കാറ്റിപ്പോയ ബലൂൺ പോലെയുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭർത്താവിൽ നിന്നും യാതൊരു പരിചരണവും കിട്ടുന്നില്ല. ചേച്ചി എല്ലാ വിഷമങ്ങളും മുതലാളിയോട് പറഞ്ഞു. പുതിയ മുതലാളിയാണ്, അപ്പോൾ ഭർത്താവിനെ ഉപദേശിക്കണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ചേച്ചി ആദ്യം സെൻറ്റിമെൻറ്റ്സ് ഇറക്കി കരഞ്ഞു തുടങ്ങിയത്. അതോടുകൂടി മുതലാളി പറഞ്ഞു, നിന്നെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഒരു താല്പര്യം തോന്നുന്നു. അത് നിനക്കൂടി ഇഷ്ടമാണെങ്കിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിന്റെ ഭർത്താവിനെ തിരുത്താൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. പക്ഷേ നിനക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവ് അറിയാതെ തന്നെയാണ് ചേച്ചി ആ ബന്ധം ആരംഭിച്ചത്. കാര്യം ചേച്ചിക്ക് പണ്ടേ ഇഷ്ടങ്ങളും ഇൻട്രസ്റ്റും കൂടുതലായിരുന്നു. മിക്കവാറും ആഴ്ചയിൽ എല്ലാ ദിവസവും ചേച്ചി ആഗ്രഹിക്കും. ആദ്യകാലങ്ങളിൽ എല്ലാം നല്ലപോലെ നടന്നു. പിന്നീട് ആരോ സൂചിമുന കൊണ്ട് കുത്തിപ്പൊട്ടിച്ച ബലൂൺ പോലെയായി. ചേച്ചി ആ സമയത്ത് മുതലാളിയെ സ്വീകരിച്ചു. ഒരു വട്ടം ചേട്ടൻ കണ്ടുപിടിച്ചു. അന്ന് ചേട്ടൻ പ്രശ്നങ്ങളുണ്ടാക്കിയെങ്കിലും ചേച്ചി എതിർത്ത് നിന്നു. നിങ്ങളെക്കൊണ്ട് വല്ലതും പറ്റുമോ? ഒരടി മുന്നോട്ട് നടക്കാൻ പറ്റാത്ത നിങ്ങൾ എന്തിന് കുറ്റം പറയുന്നു എന്ന് പറഞ്ഞ് ചേച്ചി അവിടെ ശരിക്കും ഭരണമങ്ങ് തുടങ്ങി. ചേച്ചിക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ തേടി വന്നു. ചേട്ടൻ ഒരു വശത്തേക്ക് ഒതുങ്ങി. മുതലാളിയെ അംഗീകരിച്ചു. ഭാര്യയോട് യഥാർത്ഥ രീതിയിൽ പെരുമാറാൻ പറ്റാത്ത പരാജിതനായ ഭർത്താവായി ചേട്ടൻ മാറി നിന്നു. ചേച്ചി രാത്രി കാലങ്ങളിൽ നടനമാടി. പകൽ സമയങ്ങളിൽ ശീലാവധി വേഷം കിട്ടി രസിച്ച് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞു. പിടിച്ചു നിൽക്കാൻ വേണ്ടി ചേച്ചി കാണിക്കുന്ന കോപ്രായങ്ങൾ ചേച്ചിയോട് എനിക്ക് ശരിക്കും സഹതാപം തോന്നി. എങ്കിലും ചേച്ചി എന്നോട് പറഞ്ഞു, നീ എൻ്റെ ബാങ്ക് ബാലൻസ് ഒന്ന് കാണണമെന്ന്. ഗൂഗിൾ പേയിൽ ചേച്ചി അത് കാണിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഞെട്ടിപ്പോയി മാഡം. ഏകദേശം 12 ലക്ഷത്തിന് മേലുണ്ട്. എല്ലാം മുതലാളിയുടെ ഒരു അനുഗ്രഹം. വീടും സ്ഥലവുമെല്ലാം എക്സ്ട്രാ ആണ്. അദ്ദേഹം അതെല്ലാം ഇനി നിർമ്മിച്ചു കൊടുക്കും. ജസ്റ്റ് ചേച്ചി മുല്ലപ്പൂ ചൂടി നിന്നാൽ മതി. നിന്നാൽ പോരാ, ആട്ടവും പാട്ടും കൂത്തും വേണം. അതിലൊക്കെ ചേച്ചിക്ക് പണ്ട് ഇൻട്രസ്റ്റാണ്. ചേച്ചി പറഞ്ഞ കഥ കേട്ട് എനിക്കും വല്ലാത്തൊരു ഫീലിംഗ് ആയി. ഞാൻ ഭർത്താവിനോട് വിശദമായി പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുറച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് അറിയുകയും ചെയ്യാം. ഇതൊക്കെ തന്നെയാകുമെന്നറിയാം. അല്ല, നിങ്ങളെന്താണ് ചേച്ചിയെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്? അവർക്ക് മുല്ലപ്പ് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത്, ഈ കഥകളൊക്കെ കേട്ടിട്ട് വലിയ ഷോക്കില്ലാതിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞു, ജീവിക്കാൻ മിടുക്ക് വേണം. പുരുഷന് മിടുക്കില്ലെങ്കിൽ സ്ത്രീക്ക് മിടുക്ക് വേണം. ഇനി സ്ത്രീക്കും പുരുഷനും ഒരുമിച്ച് മിടുക്കുണ്ടെങ്കിൽ അവരുടെ ജീവിതം ഇതുപോലെ ആയിരിക്കും. എന്നാലും ചേട്ടാ ഇങ്ങനെയൊക്കെ എങ്ങനെ കഴിയുന്നു എന്ന് പറഞ്ഞപ്പോൾ ചേട്ടനോട് പറഞ്ഞു, അതൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ അടങ്ങി ഒതുങ്ങിയിരിക്കുക. അവരല്ലേ അധ്വാനിക്കുന്നത്, അവർക്കല്ലേ കെട്ടിടം വരുന്നത്, നീ എന്തിനാ അസൂയപ്പെടുന്നത് എന്ന് ചോദിച്ചു. അല്ല ചേട്ടാ,
ചേച്ചിയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ചേട്ടൻ്റെ പ്രതികരണം എന്തായെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു, എന്തായാലും അവിടുത്തെ ചേട്ടൻ പ്രതികരിക്കുന്ന പോലെ ആയിരിക്കില്ല എൻ്റെ പ്രതികരണം. അതെനിക്കറിയാം, ചേട്ടൻ ശക്തമായി പ്രതികരിക്കും. അപ്പോൾ എൻ്റെ ഭർത്താവ് എൻ്റെ കവൾ നുള്ളിക്കൊണ്ട് പറഞ്ഞു, എടി അയാൾ പ്രതികരിക്കുന്ന പോലെ ഞാൻ കിടന്ന് വഴക്കൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ നമുക്കങ്ങനെ ഒരു മുതലാളി ഇല്ലല്ലോ. നിങ്ങളെന്താ ഉദ്ദേശിക്കുന്നത്? ഞാനായിരുന്നെങ്കിൽ നിന്നെ സപ്പോർട്ട് ചെയ്തേനേയും. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ച ചേട്ടൻ തന്നെയാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എടി എനിക്ക് ഒന്നിലധികം സ്ത്രീകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുമാത്രമല്ല ഈ ഫീൽഡിൽ എനിക്കത്ര മികച്ച കാര്യങ്ങൾ കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് പല പെണ്ണുങ്ങളും എൻ്റെ പുറകെ നടക്കുമ്പോഴേക്കും ഞാൻ ഒഴിഞ്ഞു മാറിയിരുന്നു. പിന്നെ കാഴ്ചയിൽ എനിക്ക് പറ്റിയൊരാളെന്ന് തോന്നി നിന്നെയാണ് ഞാൻ പ്രേമിച്ചത്. ഇനിയിപ്പോഴാണെങ്കിലും ഈ പറഞ്ഞതുപോലെ ഒത്തിരി ആടുകളെ മേയ്ക്കാനൊന്നും എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ പരാജയമാണ്. പക്ഷേ നിനക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. അതൊക്കെ ഈ ലോകത്ത് ജീവിക്കാൻ ആവശ്യമാണെന്ന് ഭർത്താവ് പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജീവിതത്തിൽ ആകെ കൺഫ്യൂഷനാണ്. എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് ഒട്ടും പിടി കിട്ടുന്നില്ല. കാര്യം പുള്ളി ഇത്തരം കാര്യങ്ങളെയൊക്കെ എന്തിനാണ് മാഡം പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ നിസ്സാരമായി കാണുകയും ചെയ്യുന്നത്? ഷീല ചേച്ചിയെ പോലെ ഞാൻ ആയാലും അദ്ദേഹത്തിന് യാതൊരു പ്രശ്നവുമില്ല. എല്ലാം എൻ്റെ ഇഷ്ടമെന്നാണ് പറയുന്നത്. ഈ ആറ്റിറ്റ്യൂഡിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ഒരു സംഭവമാണിത്. അത് ഞാൻ മാഡത്തിന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിൽ അധികം ഇടപെടാത്ത ആളാണ്. നിങ്ങളുടെ മാത്രമല്ല ആരുടെ കാര്യങ്ങളിലും അങ്ങേർക്ക് അധികമായി കൈകടത്താൻ താല്പര്യമില്ല. ഒരു പക്ഷേ നമ്മൾ ഈ ആൺ പെൺ റിലേഷൻ്റെ വിഷയങ്ങളൊക്കെ പറയുമ്പോഴായിരിക്കും ചിലപ്പം നമുക്കതിൽ ഇക്കിളിപ്പെടുത്തുന്ന കാര്യമായിട്ട് തോന്നുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവ് അങ്ങനെ തന്നെ ആയിരിക്കും. ഏത് കാര്യം കണ്ടാലും അത് അവരുടെ പേഴ്സണൽ കാര്യമാണ്, അല്ലെങ്കിൽ പേഴ്സണൽ കാര്യം നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അവരുടെ ഇഷ്ടമല്ലേ, അവരെ സപ്പോർട്ട് ചെയ്തേക്കാം എന്ന് കരുതുന്ന ഒരാളാണ്. അങ്ങേർക്ക് ഈ പറഞ്ഞ പോലെ പോസസീവ്നെസ്സോ അല്ലെങ്കിൽ ഈ ഒരു സ്വന്തമാക്കി വെക്കണം, ഭാര്യയും ഭർത്താവും തമ്മിൽ എപ്പോഴും അങ്ങനെ വിശ്വസ്തരായിരിക്കണം, അങ്ങനെയൊന്നുമില്ല. ഇപ്പം കൂട്ടുകാരാണെങ്കിലും അവർ തെറ്റുകാരാണെങ്കിലും അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൈൻഡ് സെറ്റപ്പ് ആയിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾക്ക് എല്ലാ സ്വാതന്ത്ര്യങ്ങളുമുണ്ട്. നിങ്ങളുടെ ഒരു കാര്യത്തിലും ഭർത്താവ് ഇടപെടുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. നിങ്ങൾക്ക് നേർവഴിക്കങ്ങ് പോയാൽ മതിയല്ലോ. അതിന് ഭർത്താവ് തടസ്സമല്ല. എല്ലാം നിൻ്റെ ഇഷ്ടം എന്ന് പറയുന്നൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പേര്, ഭർത്താവിനെ മാത്രമല്ല പാർട്ട്നേഴ്സിനെ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ഭാഗ്യം നിങ്ങൾക്കുണ്ട്. അങ്ങയുടെ ചെയ്തികൾ നിങ്ങളെ വലുതായി ബാധിക്കാത്തിടത്തോളം കാലം ഒരിക്കലും നിങ്ങൾ അങ്ങയുടെ ആറ്റിറ്റ്യൂഡിനെ കുറ്റം പറയേണ്ട കാര്യമില്ല. അല്ലാതെ നോക്കുമ്പോൾ നിങ്ങൾക്ക് നേർവഴിക്ക് നടക്കാനാണെങ്കിൽ അങ്ങ് നടക്കുക. ഇനി ഭർത്താവിനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ.